കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു ചരിത്ര മുഹൂർത്തമാണ്. കേരളത്തിൻ്റെ തന്നെ വികസന കവാടമെന്ന് വിശേഷിപ്പിക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ദിവസമാണിന്ന്. ഈ തുറമുഖം ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഖബറിടത്തിൽ വരണം എന്നുള്ളത്, ഇവിടെ വന്നിട്ട് വേണം ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് എന്നുള്ളത് വളരെ ദിവസങ്ങളായി മനസ്സ് പറയുന്ന ഒന്നാണ്. പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ MLA ഇവിടെ വന്ന് സാറിൻ്റെ ഖബറിടത്തിൽ വന്ന് പുഷ്പാർച്ചന നടത്താൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു വികാരപരമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പിതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ. ഏത് അഴിമതി ആരോപണങ്ങളും കേൾക്കാൻ, ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ പേരിൽ എത്ര പഴി കേൾക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഈ ഒരു മനുഷ്യൻ ഇറങ്ങിത്തിരിച്ചത് കൊണ്ട് മാത്രമാണ് ഈ തുറമുഖം ഇന്ന് യാഥാർത്ഥ്യമായിട്ടുള്ളത്. തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ എല്ലാ അവകാശങ്ങളും എടുക്കാൻ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാം പരസ്യങ്ങളിലൂടെ മത്സരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെയും അസാധാരണമായ ധൈര്യത്തിൻ്റെയും ഫലമായിട്ട് യാഥാർത്ഥ്യമായിട്ടുള്ള പദ്ധതിയാണ് എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്ന വസ്തുതയാണ്. ഒരു കല്ലിട്ടാൽ തുറമുഖമാവുമോ എന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ചോദിച്ച ചോദ്യം. കല്ലിട്ടാലല്ല, കരാറൊപ്പിട്ടാൽ തുറമുഖമാവും. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് തുറമുഖ നിർമ്മാണം, രണ്ട് പശ്ചാത്തല വികസനം. ഏത് PPP പ്രോജക്റ്റിൻ്റെയും പശ്ചാത്തല വികസനം സർക്കാരുകളുടെ നേതൃത്വത്തിലാണ് നടത്തേണ്ടത്. ഇവിടെ തുറമുഖ നിർമ്മാണം നടത്തേണ്ടത് അദാനി, പശ്ചാത്തല വികസനം നടത്തേണ്ടത് കരാർ പ്രകാരം സംസ്ഥാന സർക്കാർ. എന്താണ് പശ്ചാത്തല വികസനങ്ങൾ? അത് ഗവൺമെൻറ് പൂർത്തീകരിച്ചോ? ഒന്നാമത്തത് റെയിൽ കണക്ടിവിറ്റി. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻറ് ഒപ്പിട്ട ഈ കരാർ പ്രകാരം 6 വർഷത്തിനുള്ളിൽ റെയിൽ കണക്ടിവിറ്റി പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ 2021 റെയിൽ കണക്ടിവിറ്റി പൂർത്തിയാക്കണം. സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ 2025 ആ പദ്ധതി തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം റോഡ് കണക്ടിവിറ്റി. 2 കിലോമീറ്റർ റോഡ് നിർമ്മിച്ച് നാഷണൽ ഹൈവേയുമായി ബന്ധിപ്പിക്കാനാണ് കരാർ പറഞ്ഞിരിക്കുന്നത്. 2 കൊല്ലം കൊണ്ട് റോഡ് കണക്ടിവിറ്റി പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞാൽ 2017 റോഡ് കണക്ടിവിറ്റി പൂർത്തീകരിക്കണം. ഈ നിമിഷം വരെ ഈ 2 കിലോമീറ്റർ റോഡ് കണക്ടിവിറ്റി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്നത്തെ പാരിസ്ഥിതിക അനുമതിയുടെ ഭാഗമായി ഒരു കണ്ടീഷൻ വച്ചിരുന്നു. അതവിടെ ഒരു ഫിഷിംഗ് ഹാർബർ അവിടെ ആരംഭിക്കണമെന്ന്. സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടോടുകൂടി ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തുടങ്ങിയിട്ടില്ല. മറ്റൊരു കാര്യം, അവിടെ പ്രാദേശികവാസികൾക്ക് ജോലി നൽകുന്നതിന് വേണ്ടി ഒരു സീ ഫുഡ് പാർക്ക് ആരംഭിക്കണം എന്ന് പറഞ്ഞു. അത് ഉമ്മൻചാണ്ടി സാർ 5 ഏക്കർ സ്ഥലം അതിന് ഏറ്റെടുത്തിട്ടാണ് അധികാരത്തിൽ നിന്ന് പോയത്. നാളിതുവരെയായി സീ ഫുഡ് പാർക്ക് തുടങ്ങാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ആകെ അവിടെ വെള്ളം എത്തിക്കേണ്ടുന്ന ചുമതല സർക്കാരിനായിരുന്നു. അത് ഉമ്മൻചാണ്ടി സാർ ടെൻഡർ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ആ വെള്ളം അവിടെ എത്തിക്കുന്നതിനുള്ള പദ്ധതി പൂർത്തീകരിച്ചു. വൈദ്യുതി എത്തിക്കാനുള്ള പദ്ധതി ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് തുടങ്ങി, ഏറെ വൈകി അടുത്ത കാലത്ത് അത് പൂർത്തിയായി. അപ്പോൾ റെയിൽ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും ഇല്ലാതെയാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിൻ്റെ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചത് ഡിസംബർ മാസത്തിലാണ് 2024. ഇന്ന് വരെ ഏകദേശം 6 ലക്ഷം കണ്ടെയ്നർ ആ തുറമുഖം കൈകാര്യം ചെയ്തു. എന്നാൽ
ഒരു കണ്ടെയ്നർ പോലും ആ ഗേറ്റ് കടന്ന് വന്നിട്ടില്ല. അതിന് കാരണം സംസ്ഥാന സർക്കാർ റെയിൽ റോഡ് കണക്ടിവിറ്റി ഒരുക്കാത്തത് കൊണ്ടാണ്. ഈ ഗേറ്റ് വേ ട്രാഫിക് ആരംഭിച്ചാൽ മാത്രമേ നമ്മുടെ നാടിനുള്ള വികസനം ഉണ്ടാവുകയുള്ളൂ. ലോജിസ്റ്റിക്സിൻ്റെ അപാരമായ സാധ്യത, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങി മൾട്ടിവേരിയസ് ഫീൽഡിലേക്ക് ഉണ്ടാകുന്ന വികസനങ്ങൾ നടക്കാത്തതിന് കാരണം സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്തപ്പെട്ട ഈ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാത്തത് കൊണ്ടാണ്.